ഇന്ന് രാവിലെ നല്ല നൂലപ്പവും മുട്ടക്കറിയായിരുന്നു. മുട്ടക്കറിയിലെ മുട്ട അങ്ങോട്ട് മാറ്റി നൂലപ്പം ഉള്ളിക്കറിയായിട്ട് അങ്ങോട്ട് കഴിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഓൾറെഡി പുട്ടും മുട്ടക്കറിയും കഴിച്ചതായിരുന്നു. പിന്നെ അതിനുശേഷം ലഘുവായിട്ടൊന്ന് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി. നല്ല വെതർ ആയതുകൊണ്ട് ബീച്ചിലേക്ക് പോകാം എന്നായിരുന്നു പ്ലാൻ. പോയിക്കൊണ്ടിരിക്കവേ തന്നെ നല്ല വെതറൊക്കെ അങ്ങ് മാറി. മഴയുടെയൊക്കെ ഒരു കോളായി. ആകെ സങ്കടത്തിലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും നല്ല വെയിൽ വന്നു. അങ്ങനെ ബീച്ചിൽ പോയി. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. അടിപൊളി ബീച്ചുമായിരുന്നു. രക്ഷയില്ല. കുറച്ച് വീഡിയോസും ഫോട്ടോസും വെള്ളത്തിലൊക്കെ ഇറങ്ങി നന്നായിട്ട് കളിച്ച് രസിച്ചിട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനിലോട്ട് പോയി. ഇത് യാർമൂത്താണ്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും വാട്ടർ തീം പാർക്കും ജൈൻ വില്ലയും എല്ലാം ഉണ്ട് കേട്ടോ. ഭയങ്കര രസമാണ് ഇവിടെ. മെയിനായിട്ട് ഞങ്ങൾ പോകാനിരുന്ന് തന്നെ ഇത് കാണാനും പിന്നെ ഗെയിം കളിക്കാനും വേണ്ടിയിട്ടാണ്. നല്ല രസമാണ് കേട്ടോ ഈ ട്രെയിനിൽ കയറാൻ. ഇത് മെയിനായിട്ട് ഒറ്റ ഒരാളെ വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് കണ്ടത്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ കയറാനൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് പോയത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഗെയിം സോൺ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പല വെറൈറ്റീസ് ഓഫ് ഗെയിംസ് ഉണ്ട്. നമുക്ക് കയ്യിൽ കോയിൻസ് വെച്ചാൽ മതി. അതല്ലെങ്കിൽ അവിടുന്ന് കോയിൻസ് കിട്ടും. നമുക്കത് എടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് കളിക്കാം. ഇഷ്ടമുള്ള ഗെയിംസ് ഞാൻ ഏതിലൊക്കെയോ കയറിയിരുന്ന് കളിച്ചിട്ടുണ്ട്. പിന്നെ അതിനനുസരിച്ച് നമുക്ക് പോയിൻറ്റ്സ് കിട്ടും കേട്ടോ. ആ പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് അവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും പറ്റും. നല്ല രസമാണ് കളിക്കാനായിട്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അടിപൊളിയാണ്. കോയിൻസ് ഇങ്ങനെ ഒരു നമുക്ക് ഒത്തിരി പോയിൻറ്റ്സ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ കിട്ടും. അതിന് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. ഞങ്ങൾ നേരെ വെതർ സ്പൂൺ പോയി നന്നായിട്ട് അങ്ങോട്ട് കഴിച്ചു. ഫുഡിൻ്റെ വീഡിയോ പോലും എടുക്കാനുള്ളൊരു സാവകാശം കിട്ടിയില്ല. അത്രമാത്രം വിശപ്പായിരുന്നു. എല്ലാവരും നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.